ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് useState ഹുക്കിനെ കുറിച്ചാണ്. സോ നമ്മൾ ഡെഫിനിഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു h2 കമ്പോണൻറ്റിനുള്ളിൽ നമ്മുടെ header.js കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു h2 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. h1 നമ്മൾ ഓൾറെഡി ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ my favorite color is green എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ my favorite color is green എന്ന് ലഭിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നു, ഒരു ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ ആഡ് ചെയ്യുന്നു. ബട്ടണിനുള്ളിൽ ഞാൻ ചേഞ്ച് കളർ എന്ന് കൊടുക്കുന്നു, ചേഞ്ച് കളർ സേവ് ചെയ്യുന്നു. സോ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ചേഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൂടെ my favorite color is green എന്നുള്ളത് my favorite color is red എന്നാവണം. സോ നമ്മൾ സാധാരണ നമ്മൾ JavaScript ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറ്, ഉദാഹരണമായി നമ്മളിവിടെ ഫംഗ്ഷനുള്ളിൽ വന്നതിന് ശേഷം നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ലെറ്റ് കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ഞാനിപ്പോൾ തൽക്കാലം ഗ്രീൻ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ആ ഗ്രീൻ നമുക്ക് ഇവിടെ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ, ഈ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ആ ഒരു കളർ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ മാറ്റം വരാത്തത്. സോ ഇനി ഞാൻ ഉദാഹരണമായി ഞാനിവിടെ റെഡ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ റെഡ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ വീണ്ടും അത് ഗ്രീൻ എന്ന് തന്നെയാക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നമ്മൾ സാധാരണ ചെയ്യാറ്, നമ്മൾ ഇതുവരെ പഠിച്ച ജാവാസ്ക്രിപ്റ്റിൻ്റെ ലോജിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ ചേഞ്ച് കളർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ആരോ ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കളർ ഈക്വൽ ടു നമ്മൾ റെഡ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യാം. ശേഷം നമ്മൾ ബട്ടണിൽ പോയതിന് ശേഷം നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മുടെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ചേഞ്ച് കളർ. സോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുക, നമ്മൾ സാധാരണ ലോജിക്ക് വെച്ച് ചെയ്യുക ഈ രീതിയിലായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ഇതിൽ സേവ് ചെയ്ത ശേഷം നമ്മുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതിന് കാരണം, സോ റിയാക്റ്റിന് ഒരു കമ്പോണൻറ്റിലെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് റിയാക്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഹുക്ക് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഹുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നമുക്കിതുപോലെ ഒരു കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലാസ് ഫംഗ്ഷൻ ഉപയോഗിക്കണമായിരുന്നു. സോ റിയാക്റ്റിൻ്റെ പുതിയ വേർഷൻ മുതൽ നമുക്കിത് ഹുക്ക് എന്ന് പറയുന്നൊരു ഈ ഒരു ഫംഗ്ഷൻ, സ്പെഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ കൺസോളിൽ നമുക്ക് നമ്മുടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. console.logൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം കളർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു, സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ബ്രൗസറിൽ പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ടറിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺസോളിൽ വരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ചേഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ റെഡ് എന്ന് ലഭിക്കുന്നു. ആക്ച്വലി നമ്മുടെ ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്കിവിടെ മാറുന്നുണ്ട്. പക്ഷേ ഈ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് മാറിക്കഴിഞ്ഞ് അത് നമുക്ക് നമ്മുടെ കമ്പോണൻറ്റിൽ നമുക്ക് കാണണമെങ്കിൽ, അതിൻ്റെ ചേഞ്ച് കാണണമെങ്കിൽ നമുക്ക് റിയാക്റ്റിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഹുക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് useState എന്ന് പറയുന്ന ഹുക്കാണ്. സോ ആദ്യമായി നമുക്ക് സ്റ്റേറ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കമ്പോണൻറ്റിലെ ചില പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മളിവിടെ കൊടുത്ത ഈ ഒരു കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടീൻ്റെ വാല്യൂ ആയ ഗ്രീൻ, റെഡ്, ഇത് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സ്റ്റേറ്റ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും, ഒരു യൂസർ ആക്ഷൻ ഉപയോഗിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്തതുപോലെ നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് അഥവാ നമ്മുടെ ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് റെഡിലോട്ട് മാറ്റാൻ സാധിക്കും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മാറ്റം അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ നമുക്കിവിടെ മാറ്റം കാണാതിരിക്കാൻ കാരണം നമ്മുടെ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്തിട്ടില്ല. റീറെൻഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് അത് ചേഞ്ച് ആയാൽ മാത്രമേ നമ്മുടെ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യുകയുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഹുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹുക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. നമ്മുടെ റിയാക്റ്റ് കമ്പോണൻറ്റിലെ ഫീച്ചേഴ്സുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണമായി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന useState എന്ന് പറയുന്ന ഹുക്ക്, useState എന്ന് പറയുന്ന ഈ ഒരു ഹുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച്
നമുക്കൊരു ഫംഗ്ഷൻ കമ്പോണന്റിലോട്ട് റിയാക്ട് സ്റ്റേറ്റ് ആഡ് ചെയ്യാനും അതുപോലെ അത് ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ ഒരു യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് റിയാക്റ്റിൻ്റെ ഒരു കമ്പോണൻറ്റിലുള്ള കണ്ടൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ സഹായിക്കുന്നത് ഹുക്ക് ഫംഗ്ഷൻ ആണ്. സോ ഹുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ റിയാക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ 16.8 വേർഷൻ മുതലാണ് ഹുക്ക് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റേറ്റ് ഉപയോഗിക്കണമെങ്കിൽ റിയാക്ട് സ്റ്റേറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ക്ലാസ് കമ്പോണൻസിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റേഷനിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ യൂസ് സ്റ്റേറ്റ് മാത്രമല്ല ഹുക്ക് ഫംഗ്ഷൻ, അതുപോലെ യൂസ് എഫക്റ്റ്, യൂസ് റെഡ്യൂസർ തുടങ്ങിയ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മുമ്പിൽ യൂസ് വരികയാണെങ്കിൽ അതെല്ലാം ഹുക്ക് ഫംഗ്ഷൻ ആണ്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ ഈ ഒരു ഗ്രീൻ എങ്ങനെ റെഡാക്കി മാറ്റാം, നമ്മുടെ ചേഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ റെഡാക്കി മാറ്റാമെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഇത്രയും ഭാഗം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഫംഗ്ഷനും നമ്മുടെ വേരിയബിളും എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. യൂസ് സ്റ്റേറ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെ ഇമ്പോർട്ട് റിയാക്ട് കോമ കൊടുത്ത ശേഷം ആദ്യം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. സോ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ കോമ കൊടുത്ത ശേഷം നമ്മൾ ചിലപ്പോൾ ഇവിടെ നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കോമ കൊടുത്ത ശേഷം ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ ഇതുപോലെ യൂസ് സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളിപ്പോൾ യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സേവ് ചെയ്യുക. ശേഷം നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ആക്ച്വലി യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 2 വാല്യൂസ് ആണ്. സോ 2 വാല്യൂസ് ഒരു അറേ ആയിട്ടാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. സോ ഉദാഹരണമായി സോ അതിനെ നമുക്കൊരു അറേക്കുള്ളിലോട്ട് മാറ്റാം. കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്. സോ ഈ 2 വാല്യൂസ് ഏതൊക്കെയാണ്? സോ ബേസിക്കലി ഇതിനുള്ളിൽ നമ്മൾ 2 വേരിയബിൾ നെയിമാണ് കൊടുക്കേണ്ടത്. സോ ആദ്യത്തെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനുള്ള, അതായത് കളറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു വേരിയബിളാണ്. സോ നമ്മളതിന് കളർ എന്ന് തന്നെ കൊടുക്കുന്നു. കോമ കൊടുത്ത ശേഷം രണ്ടാമതെന്ന് പറയുന്നത് സെറ്റ് കളർ. രണ്ടാമതെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ ഒരു ഫംഗ്ഷൻ വേരിയബിളാണ്. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കളറിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഒരു നെയിമിംഗ് കൺവെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കളർ അതുപോലെ സെറ്റ് കളർ. സോ നമ്മൾ വേറെ എന്തെങ്കിലും നെയിം അതുപോലെ സെറ്റ് നെയിം ആ രീതിയിലാണ് കൊടുക്കുന്നത്. നമുക്ക് ഏത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാൻ സാധിക്കും. സോ കളർ നമ്മുടെ ഒറിജിനൽ കറണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, അതായത് കറണ്ട് സ്റ്റേറ്റ്. സെറ്റ് കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ കറണ്ട് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് തൽക്കാലം ഈ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഓൺ ക്ലിക്ക് സേവ് ചെയ്യാം. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂസ് സ്റ്റേറ്റിൻ്റെ ബ്രാക്കറ്റിൽ വന്നതിന് ശേഷം നമ്മുടെ ഡീഫാൾട്ട് വാല്യൂ, ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ഡീഫാൾട്ട് വാല്യൂ കൊടുക്കാൻ സാധിക്കും. ഡീഫാൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഓക്കെ, സോ നമുക്കിവിടെ ഗ്രീൻ എന്ന് കൊടുക്കാം. ഗ്രീൻ സേവ് ചെയ്യാം. സോ ഡീഫാൾട്ട് വാല്യൂ ഗ്രീൻ ആണ്. സോ നമ്മൾ ഇനി ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീൻ ലഭിക്കുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ഡീഫാൾട്ട് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഗ്രീൻ റെഡിലോട്ട് മാറണം. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ വരുന്നു, നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റൻറ്റ് ചേഞ്ച് കളർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ആരോ ഫംഗ്ഷൻ. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു കളർ എന്ന് പറയുന്ന വേരിയബിളിനുള്ളിൽ ഇപ്പോൾ ഉണ്ടാവുക ഗ്രീൻ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് കളർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിവിടെ സെറ്റ് കളർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ റെഡ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം നമ്മൾ ബട്ടണിൽ വരുന്നു. നമ്മൾ ഓൺ ക്ലിക്ക് ഇവൻറ്റ് ഇതിനുള്ളിൽ നമ്മൾ ചേഞ്ച് കളർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ചേഞ്ച് കളർ സേവ് ചെയ്യുന്നു. ചേഞ്ച് കളർ നമ്മൾ ഇവിടെ കോൾ ചെയ്ത് നമ്മൾ സേവ് ചെയ്ത ശേഷം ഇനി നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ റെഡ് എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ഈ ഒരു കമ്പോണൻറ്റ് മാത്രം റീറെൻഡർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ റിയാക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിരുന്നു, എന്താണോ ചേഞ്ച് ആയത് ആ ചേഞ്ച് ആയ കമ്പോണൻറ്റ് മാത്രം റിയാക്ട് റീറെൻഡർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ മറ്റു കമ്പോണൻസുകളെല്ലാം ഉണ്ടെങ്കിൽ അതൊന്നും റീറെൻഡർ ചെയ്യുന്നതായിരിക്കില്ല. എന്താണ് ചേഞ്ച് ആയത് അത് മാത്രം റിയാക്ട് റീറെൻഡർ ചെയ്യുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മളൊന്നുകൂടി റിഫ്രഷ് ചെയ്തിട്ട് നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീനിന് പകരം നമുക്ക് റെഡ് എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ മാത്രമേ നമുക്കൊരു റിയാക്റ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബേസിക്കലി നമ്മുടെ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലെ കണ്ടന്റ് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യൂസ് സ്റ്റേറ്റ് ഹുക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സോ നമുക്കൊരു ഇതിൻ്റെ റിയാക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുള്ള ഒരു കൗണ്ടർ ആപ്പാണ്. സോ നമ്മൾ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ടർ മുകളിലോട്ട് പോകണം, അതുപോലെ മൈനസ് ആകുമ്പോൾ താഴോട്ട് വരണം. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ ഒരു H1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു.
ഇതിനുള്ളിൽ നമ്മൾ കൗണ്ടർ ഈസ് ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിനുള്ളിൽ നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. അതിന് താഴെ വന്നതിന് ശേഷം നമ്മൾ ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നു. ബട്ടൺ ഇതിനുള്ളിൽ നമ്മൾ പ്ലസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ അതിന് താഴെ വരുന്നു മറ്റൊരു ബട്ടൺ ആഡ് ചെയ്യുന്നു. ബട്ടൺ നമ്മളിതിനെ മൈനസ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എറർ വരും. സോ നമ്മൾ കൗണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ നമ്മൾ മുകളിൽ വന്ന ശേഷം നമ്മൾ മറ്റൊരു useState ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് അറേക്കുള്ളിൽ 2 വാല്യൂസ് വേണം. ആദ്യത്തത് കൗണ്ട്, രണ്ടാമത്തെ നമ്മുടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെറ്റ് കൗണ്ട്. നമ്മൾ useState ഫംഗ്ഷൻ ഇതിനുള്ളിൽ നമ്മുടെ ഡിഫാൾട്ട് വാല്യൂ നമ്മൾ തൽക്കാലം 0 കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. 0 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ഈസ് 0 എന്ന് ലഭിക്കുന്നു. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു 2 BR ടാഗ് നമുക്കിവിടെ കൊടുക്കാം. കുറച്ച് ലൈൻ സ്പേസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, BR സേവ് ചെയ്യാം. സോ ഈ രീതി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ബട്ടണിടയിൽ നമുക്ക് സ്പേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് നെയിം കൊടുക്കാം. ക്ലാസ് നെയിം ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് നെയിമാണ്. ക്ലാസ് നെയിം കൊടുത്ത ശേഷം നമുക്ക് മാർജിൻ ഒരു 2 കൊടുക്കാം. സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ആദ്യത്തേതിന് നമുക്ക് ഇൻക്രിമെൻ്റ് ആണ്. സോ നമുക്കിതിന് കളർ BG സക്സസ് എന്ന് കൊടുക്കാം. BG സക്സസ് സേവ് ചെയ്യാം. സോ ഇതിന് ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ ഇതിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ക്ലാസ് നെയിം കോപ്പി ചെയ്ത ശേഷം താഴെ വരാം, പേസ്റ്റ് ചെയ്യാം. താഴെ വന്നതിന് ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് M2 BG നമുക്ക് ഡേഞ്ചർ കൊടുക്കാം. സോ നമുക്ക് റെഡ് കളർ ലഭിക്കുന്നതായിരിക്കും. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റെഡ് കളറും അതുപോലെ നമുക്ക് ഇതിന് ഗ്രീൻ കളറും ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0, 1, 2, 3 മുകളിലോട്ട് പോകണം. മൈനസിലാണെങ്കിൽ നമുക്ക് താഴോട്ട് വരണം. സോ നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു ലോജിക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ സെറ്റ് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കോൺസ്റ്റൻറ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻക്രിമെൻറ്റ് നമ്മളൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ളിൽ നമുക്ക് വേണ്ടത് നമ്മുടെ നമ്പർ ഇൻക്രിമെൻ്റ് ആവണം, കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് കൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ കൗണ്ട് പ്ലസ് 1 സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റിൻ്റെ പ്ലസ് ബട്ടൻ്റെ ഓപ്പണിംഗ് ടാഗിനുള്ളിൽ വന്നതിന് ശേഷം ഓൺ ക്ലിക്ക് ഇവൻറ്റ് സെലക്ട് ചെയ്യാം. ഓൺ ക്ലിക്ക് ഇവൻറ്റ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നെയിം ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം ഇവിടെ കൊടുക്കാം. ഇൻക്രിമെൻറ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 1, 2, 3, 4 ഇതുപോലെ മുകളിലോട്ട് പോകുന്നതായിരിക്കും. സോ റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സോ നമ്മൾ അതിന് വേണ്ടി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്കതിന് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ വന്നതിന് ശേഷം ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുന്നു. Shift Alt പ്രസ് ചെയ്ത് താഴോട്ടുള്ള ആരോ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഭാഗം നമുക്ക് സ്പീഡിൽ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. Shift Alt താഴോട്ടുള്ള ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് കോപ്പി ആവുന്നതായിരിക്കും. മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് കോപ്പി ആവുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ Shift Alt പ്രസ് ചെയ്ത് മുകളിലോട്ട് കൊടുക്കുന്നു. സോ മുകളിലോട്ട് ഒരു കോപ്പി എനിക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ നമ്മൾ ഇൻക്രിമെൻറ്റിന് പകരം നമ്മൾ ഡിക്രിമെൻ്റ് എന്ന് കൊടുക്കുന്നു. DEC ഡിക്രിമെൻറ്റ്. സോ DEC ഡിക്രിമെൻറ്റ് സെറ്റ് കൗണ്ടിനുള്ളിൽ നമ്മൾ വന്നതിന് ശേഷം മുകളിലത്തെ പ്ലസ് ആണ്. അതുകൂടെ നമ്മളിവിടെ ഓഫ് കോഴ്സ് നമ്മളിവിടെ -1 കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബട്ടണിൽ വന്ന് ഓൺ ക്ലിക്ക് ഇവൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഓൺ ക്ലിക്ക് ഇവൻറ്റ് ഇതിനുള്ളിൽ നമ്മൾ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. ഡിക്രിമെൻ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഡിക്രിമെൻ്റ് ഒരു C ഇവിടെ കൂടുതലുണ്ട്. സോ ബാക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഓക്കെ ആയി. സോ നമുക്ക് ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മുകളിലോട്ട് പോകുന്നു. മൈനസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ താഴോട്ട് വരുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു റിയാക്ട് ആപ്ലിക്കേഷനിൽ ഒരു കമ്പോണൻറ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്റ്റേറ്റ് എന്താണെന്നും useState എന്താണെന്നും ഹുക്ക് ഫംഗ്ഷൻ എന്താണെന്നും എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു.